ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കാച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് ഒരു റിക്വസ്റ്റഡ് ടോപ്പിക് ആണ് കേട്ടോ. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. ആ റീഡിംഗ് ഇട്ടപ്പോഴാണ് കുറേ പേര് ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർഷൻ, അതായത് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നറിയണം എന്ന ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ റീഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പോലെ 3 ഗ്രൂപ്പാണുള്ളത്. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3. ഓരോ ഗ്രൂപ്പിൻ്റെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഇതിൽ നിന്നൊരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മെസ്സേജസ് ഉണ്ടാവും, അത് മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. ഓക്കെ, പേഴ്സണൽ റീഡിങ്സ്, അതായത് വ്യക്തിഗത റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഈ നിമിഷം വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 1, നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിത പങ്കാളി, ഭാവി ജീവിത പങ്കാളി നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ഭാവി ജീവിത പങ്കാളി ഗ്രൂപ്പ് 1ൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് വളരെ ഒരു ഫ്രണ്ട്ലി നേച്ചറാണ് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ നല്ലൊരു സൗഹൃദം ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുടെ ഇടയിൽ നല്ലൊരു സൗഹൃദം ഉണ്ടായിരിക്കും. ആ ഒരു സൗഹൃദം, അതുപോലെ തന്നെ മറ്റ് ആരെ പരിചയപ്പെടുമ്പോഴും നിങ്ങൾക്കൊരു ഫ്രണ്ട്ലി എനർജിയാണ് എപ്പോഴും ഉള്ളത്. ആ ഒരു ഫ്രണ്ട്ലി എനർജി, ആ ഒരു ഫ്രണ്ട്ലിനെസ്സാണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. ഓക്കെ, പിന്നെ അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു സ്നേഹവും ആ ഒരു കൺസിഡറേഷനും കെയറിങ്ങും ഒക്കെ എപ്പോഴും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരോടാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയോടുള്ള ഒരു സ്നേഹമാണെങ്കിൽ പോലും അത് അൺകണ്ടീഷണലാണ്. ഓക്കെ, നിങ്ങൾ അത്രയും ആ ഒരു വ്യക്തിനെ ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹിക്കുക എന്ന് പറയില്ലേ, ആ രീതിയിലാണ് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു കെയറിങ്, കൺസിഡറേഷൻ, അതെല്ലാം അവർ ഒരുപാട് നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ നിങ്ങളെപ്പോഴും ഭാവിയെക്കുറിച്ചും ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിനെ കുറിച്ചാണ് കൂടുതലായിട്ട് ചിന്തിക്കുക. ഓക്കെ, കഴിഞ്ഞു പോയ കാലത്തിൽ നിങ്ങൾ അത്രയും സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരാളല്ല. നിങ്ങൾ അങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അവിടെ ഇങ്ങനെ എന്താ പറയുക, ആ ഒരു അധ്യായത്തിൽ തന്നെ ആയിരിക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കില്ല. നിങ്ങളെപ്പോഴും മുന്നോട്ട് എന്നുള്ള ചിന്താഗതിയാണ്. ഓക്കെ, കഴിഞ്ഞു പോയത് കഴിഞ്ഞതാണ്, അത് കഴിഞ്ഞു പോയതിന് അതിൻ്റേതായ കാരണമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ അപ്പോൾ അത് കഴിഞ്ഞു പോയി എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എപ്പോഴും നിങ്ങളെ മുന്നോട്ട് ഒരു പോസിറ്റീവ്, ഒരു പ്രോഗ്രസീവ് ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് എപ്പോഴും. ഓക്കെ, ഈ കഴിഞ്ഞു പോയതിൽ തന്നെ സ്റ്റക്കായിരിക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്കില്ല. അതും നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നിങ്ങൾക്ക് ഉള്ള ഡിറ്റർമിനേഷൻ, ഓക്കെ, ജീവിതത്തിൽ വിജയിക്കണം, ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം, അങ്ങനെ ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ലക്ഷ്യബോധമുള്ള ഒരാളായിട്ടാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിൻ്റെ ആ ഒരു ലക്ഷ്യബോധം, പിന്നെ അത് നേടിയെടുക്കാനുള്ള ആ ഒരു പരിശ്രമം, ആ ലക്ഷ്യത്തെ ഒരിക്കലും കൈവിടാതിരിക്കുന്ന ആ ഒരു ഡിറ്റർമിനേഷൻ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഓക്കെ, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആണ്, വളരെ ഷാർപ്പായിരിക്കും. ചില സമയങ്ങളൊക്കെ വളരെ ഡയറക്റ്റായിട്ടാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷേ അത് വളരെ ഓണസ്റ്റാണ്. നിങ്ങൾ മനസ്സിലൊന്ന് വെച്ച് പുറമെ വേറെ അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല നിങ്ങൾ എന്താണോ മനസ്സിലുള്ളത് അത് തന്നെയാണ് നിങ്ങൾ പുറത്തേക്കും കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു 2 തരത്തിൽ നിൽക്കാം. അല്ലെങ്കിൽ പീപ്പിൾ പ്ലീസിങ് ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ. അതും നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമായിട്ട് കാണുന്നു. പിന്നെ നിങ്ങളിലൂടെ അവരുടെ കാഴ്ചപ്പാടിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. അവർക്ക് പുതിയ പുതിയ അറിവുകൾ നിങ്ങളിലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ജീവിതത്തിൻ്റെ പല അവസ്ഥകളെയും വളരെ ഡിഫറെൻ്റ് ആയിട്ട് വീക്ഷിക്കാനായിട്ട് നിങ്ങളിലൂടെ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ, അതായത് എല്ലാ കാര്യങ്ങളെയും ഒരു വ്യത്യസ്തമായ രീതിയിൽ സമീപിക്കുന്ന നിങ്ങളുടെ ആ ഒരു രീതിയെയും നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതായിട്ട് കാണുന്നു.
Clarify the Ten of Swords. നിങ്ങളെപ്പോഴും ജീവിതത്തിൻ്റെ വരുന്ന അനുഗ്രഹങ്ങളായിക്കോട്ടെ, വിഷമമുണ്ടാക്കുന്ന അവസ്ഥകളായിക്കോട്ടെ, ഒക്കെയും ആ വരുന്ന പോലെ സ്വീകരിക്കുന്ന ഒരാളാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു ഒഴുക്കിനനുസരിച്ച് പോകുന്ന ഒരാളാണ്. ഒരിക്കലും ഇങ്ങനെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഒരു പ്രവണത നിങ്ങൾക്ക് ഇല്ല. ഓക്കെ, നിങ്ങൾ അവരെ മീറ്റ് ചെയ്യുമ്പോഴത്തെ ആ ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങൾ അവരായിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സമയത്തെ ഒരു എനർജിയാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു കൺട്രോളിങ് ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. ഓക്കെ, അതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേദനിപ്പിക്കുന്ന അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാത്തിനെയും ഒരുപോലെ സ്വീകരിക്കുക. മനസ്സിലായില്ലേ? ആ വേദനിക്കുന്ന അവസ്ഥകളെ വരുമ്പോൾ എന്നാൽ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഈശ്വരനെ പഴിക്കുന്ന ആ ഒരു പ്രവണത നിങ്ങൾക്കില്ല. നിങ്ങളെപ്പോഴും ഈശ്വരൻ തന്നിട്ടുള്ള അനുഗ്രഹങ്ങളും ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ വിഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പാഠങ്ങളിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്താണ് ഈ ഒരു അനുഭവം നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്നാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാം, അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോഴേ ആ ഒരു കാര്യത്തിൽ നിന്ന്, ആ വിഷമം ഉണ്ടാക്കിയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഒന്നിനെയും തടഞ്ഞു നിർത്തുന്ന, അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണത നിങ്ങൾക്കില്ല. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണോ വരുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടാണോ വരുന്നത്, എന്തൊക്കെ അനുഗ്രഹങ്ങൾ വരുന്നുണ്ട്, എന്തൊക്കെ അനുഭവങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ അതേപോലെ തന്നെ സ്വീകരിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് നിങ്ങളുടെ. അതും നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങളിൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ, അതായത് എല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വിഷമം ഉണ്ടാകുമ്പോഴാണ് ഈശ്വരനെ ഓർമ്മ വരിക, പക്ഷേ സന്തോഷമൊക്കെ കഴിഞ്ഞാൽ ഈശ്വരനെ ഓർക്കില്ല എന്നുള്ളത്, അല്ലേ? അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഒരുപാട് അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കളക്റ്റീവ്സിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ ഈശ്വരനെ ഓർക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓരോ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴും, നിങ്ങൾ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോഴും നിങ്ങൾ അപ്പം തന്നെ ഈശ്വരനോട് നന്ദി അറിയിക്കുന്നുണ്ട്. ഈശ്വരനോട് ആ ഒരു ആ ഒരു സ്നേഹം നിങ്ങൾക്ക് എപ്പോഴും ഉള്ളതാണ്. അത് ഒരിക്കലും എന്തൊക്കെ സംഭവിച്ചാലും അതിനൊരു വ്യത്യാസം വരുന്നില്ല. അതുപോലെ ഓരോ സന്തോഷമുള്ള അനുഭവങ്ങൾ ഉണ്ടാകും തോറും നിങ്ങൾ ഈശ്വരനോട് കൂടുതൽ കൂടുതൽ കണക്ട് ചെയ്യുന്നതായിട്ടും കാണുന്നു. അതും നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ട് കാണുന്നുണ്ട്. Clarify the judgment. Thank you. അതുപോലെ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ്, ഷാഡോ സൈഡ്, നിങ്ങളുടെ അത് നിങ്ങൾ തിരിച്ചറിയുന്നത്, നിങ്ങളുടെ ചില നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകുന്നതും പിന്നെ അതിൽ നിന്നൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമ്പോഴും, ഓക്കെ, എപ്പോഴെങ്കിലും അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനടുത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു പാറ്റേൺ ഉള്ള ഒരാളാണ് നിങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ നെഗറ്റീവ് ഒരു തോട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഒരു പാറ്റേൺ നിങ്ങൾ തിരിച്ചറിയാണ് നിങ്ങളിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്കൊരു വിഷമോ അല്ലെങ്കിൽ ഒരു കുറ്റബോധമോ അങ്ങനെയൊന്നല്ല നിങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഈശ്വരൻ കാണിച്ചു തരുന്നതാണ്, അത് മാറ്റിയെടുക്കേണ്ടതാണ്. ഓക്കെ, ഒരു ട്രാൻസ്ഫോർമേഷൻ അടുത്ത് തന്നെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന ഒരു കാര്യമാണ് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് അതിലൊരു നാണക്കേട് തോന്നുക, ഒരു വിഷമം തോന്നുക, അങ്ങനെയല്ല. നിങ്ങളത് ഓക്കെ, അതൊരു മനുഷ്യനാകുമ്പോൾ എല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കില്ല. അങ്ങനത്തെ ഒരു കൺസെപ്റ്റുള്ള ഒരു വ്യക്തി തന്നെയാണ്. ആ പെർഫെക്ഷനിസം ഇല്ലാത്ത ഒരാളാണ്. ഓക്കെ, അപ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഷാഡോ സൈഡ് കൂടുതൽ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പാകത്തിലേക്ക് നിങ്ങളുടെ ആ ഷാഡോ സൈഡ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുന്നത് അത് ഹീൽ ചെയ്യുന്നതിനും അതിൽ നിന്ന് പുറത്ത് കടക്കുന്നതിനാണ്. എന്നാലും എനിക്ക് ഇങ്ങനൊരു സൈഡ് അല്ലെങ്കിൽ ഇങ്ങനൊരു ട്രൈറ്റ് ഉണ്ടായല്ലോ, അങ്ങനെ ആലോചിച്ച് ഒരു വിഷമം, ഒരു നാണക്കേടൊന്നും നിങ്ങൾക്ക് വരില്ല. ഓക്കെ, പിന്നെ ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻസ് നടക്കുമ്പോഴും നിങ്ങൾ ആ ട്രാൻസ്ഫോർമേഷനിൽ കംപ്ലീറ്റ്ലി സറണ്ടർ ആയിരിക്കുന്നൊരു ആളും കൂടിയാണ്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ വേറൊരു പോളിസി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, നിങ്ങൾ ഒരു വ്യക്തി ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കുകയാണ്, അതായത് അവർക്ക് വിഷമം ഉണ്ടാകണം എന്ന് വിചാരിച്ച് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ആ ചെയ്ത ആൾക്ക് കിട്ടാതെ പോവില്ല. അങ്ങനത്തെ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. ഓക്കെ, അതിപ്പോൾ ഏതൊരു സിറ്റുവേഷനിൽ അപ്പം അതുകൊണ്ട് അത് യൂണിവേഴ്സ് തന്നെ നേരിട്ട് കൊടുത്തോളും. അവർ ചെയ്തതിൻ്റെ ഫലം അവർക്ക് നേരിട്ട് തന്നെ യൂണിവേഴ്സ് കൊടുത്തോളും. അത് നിങ്ങളായിട്ട് അതിലേക്ക് ഇറങ്ങി അതിനൊരു ജസ്റ്റിസ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതിൻ്റെ നീതി ന്യായമൊക്കെ യൂണിവേഴ്സ് തന്നെ നടപ്പാക്കും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആ ഒരു വിശ്വാസം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു
ജീവിതത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണത്. ഓക്കെ, അപ്പം നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ അവരെ ഒരു പ്രതികാരം ചെയ്യാനോ എന്താ പറയുക, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കില്ല. നിങ്ങൾ എന്താ വിചാരിക്കുക വെച്ചാൽ അതിനുള്ളത് ഈശ്വരൻ അവർക്ക് കൊടുത്തോളും. അവരാ ചെയ്തത് തെറ്റാണെന്ന് അവർക്കറിയാം, അതുകൊണ്ട് എനിക്ക് വേദന ഉണ്ടാക്കുമെന്നറിയാം, എന്നിട്ട് അവർ ചെയ്തതാണ്. അപ്പം അതിനുള്ള ഫലം അവർ ഈശ്വരൻ തന്നെ നൽകും. ഞാനായിട്ട് അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതും അവർക്ക് നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ. Clarify the Four of Pentacles. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കാൻ കാലതാമസം നേരിടുമ്പോൾ നിങ്ങൾക്കത് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കും. ഓക്കെ, നിങ്ങൾ വളരെയധികം സ്ട്രെസ്ഡ് ആകുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ. എന്താ നടക്കാത്തയാവോ, എന്തുകൊണ്ട് നടക്കുന്നില്ല, എന്താണ് ഇത്ര ഡിലേ വരുന്നത്, ഞാൻ എന്തോരം അതിനായിട്ട് പരിശ്രമിച്ചതാണ്, അങ്ങനത്തെ ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ ഒരിക്കലും കൈവിടില്ല. എന്തായാലും നടന്നിരിക്കും. എത്ര നിങ്ങൾക്ക് ആ ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ആ ടെൻഷൻ്റെ ഉള്ളിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ആ ഒരു വിശ്വാസം, ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾ കൈവിടുന്നില്ല. അതെന്തായാലും നടക്കും. ചില സമയങ്ങളൊക്കെ നിങ്ങൾക്ക് ടെൻഷൻ വരുമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു വിശ്വാസമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിലും നിങ്ങളിലും നിങ്ങളെടുത്ത ഹാർഡ് വർക്കിലും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ എന്തായാലും നടന്നിരിക്കും, അത് നടക്കാണ്ട് പോവില്ല. അതൊരു കാലതാമസം ഉണ്ട്, അത് അതിൻ്റെതായ കാരണം ഉണ്ടായിരിക്കും എന്ന് ആ ഒരു വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുക. അപ്പം ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും ഒരു ഡിലേ ഒരു കാര്യം നടക്കുന്നതിൽ വരുമ്പോൾ അപ്പോഴേക്കും സ്വയം പഴിക്കാനോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കാനോ, പിന്നെ അത് നടക്കില്ല എന്ന് വിചാരിച്ച് ഓവർ തിങ്ക് ചെയ്ത് നിങ്ങളും സ്ട്രെസ്സാകുക, ചുറ്റുമുള്ളവരെയും സ്ട്രെസ് ചെയ്യിക്കുക, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല നിങ്ങളുടെ. നിങ്ങൾ പരമാവധി വളരെ നിങ്ങൾക്ക് ആ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളത് ഒരിക്കലും പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യില്ല. നിങ്ങളൊക്കെ അത് നിങ്ങളിൽ തന്നെയാണ് വെക്കുക. കാരണം മറ്റുള്ളവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അസ്വസ്ഥത മറ്റുള്ളവരിലേക്ക് പകരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ഓക്കെ, അതേസമയം നിങ്ങളെപ്പോഴും അതിനെക്കുറിച്ച് എത്ര ടെൻഷനുള്ളിലുണ്ടെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോഴും നിങ്ങളെപ്പോഴും അതിനെക്കുറിച്ച് ആ ഒരു കോൺഷ്യസ്ലി നിങ്ങളെപ്പോഴും ചിന്തിക്കുന്നത് എന്തായാലും നടന്നിരിക്കും, എത്ര കാലതാമസം ഉണ്ടായാലും അത് നടന്നിരിക്കും, അത് ഉറപ്പാണ്. കാരണം ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തതാണ്, എൻ്റെ ഹാർഡ് വർക്ക് വെറുതെ ആകില്ല. ഓക്കെ, ഞാനത് അർഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതെന്തായാലും നടന്നിരിക്കും, അത് യൂണിവേഴ്സ് കൃത്യസമയത്ത് നടത്തി തരും. ഇപ്പോൾ ഒരു കാലതാമസം ഉണ്ടെങ്കിൽ അതിൻ്റെതായ കാരണമുണ്ട്. അത് നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോഴും നിങ്ങൾ സ്വയം എപ്പോഴും വിശ്വസിക്കുന്നത് കോൺഷ്യസ്ലി നിങ്ങൾ എത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ചിന്തകൾ വരുമ്പോഴും നിങ്ങളപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ചിന്ത കൊണ്ടാണ്. ഓക്കെ, വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ ഒരു പോസിറ്റീവായിട്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഈ ഒരു ക്യാരക്ടറും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെന്നുള്ളതും സ്ട്രെസ് ഉണ്ടെന്നുള്ളതും. പക്ഷെ നിങ്ങളത് മറ്റുള്ളവരിലേക്ക് പകരാതെ നോക്കുകയും അതിനെ വളരെ മെച്യൂർലി ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് ഒരുപാട് ഇഷ്ടമുള്ളതായിരിക്കും കേട്ടോ. ക്ലാരിഫൈ ദ ത്രീ ഓഫ് സോർഡ്സ്. അഗെയിൻ നിങ്ങളുടെ ആത്മവിശ്വാസത്തിനെ കുറിച്ച് നിങ്ങളുടെ മനോധൈര്യത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു വേദന, ഒരു ദുരനുഭവം ഉണ്ടായെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ അത്രയും വിഷമിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി, നിങ്ങൾക്ക് അത് അത്രയും ആഴത്തിൽ മുറിവുകൾ ഏൽപ്പിച്ചു. പക്ഷേ ശരിയാണ്, നിങ്ങൾ അതിൽ കുറച്ച് നാൾ നിങ്ങൾക്ക് ആ ഒരു വിഷമം ഉണ്ടാവും, നിങ്ങൾ കുറച്ച് ഡെസ്പായിരിക്കും. പക്ഷേ നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നിങ്ങൾ അത് വിട്ടുകൊടുക്കില്ല. അതായത് നിങ്ങൾ നഷ്ടപ്പെട്ടു, ഇനി എനിക്കതൊരിക്കലും കിട്ടില്ല, അങ്ങനത്തെ ഒരു ചിന്തയല്ല നിങ്ങൾക്ക്. നിങ്ങൾ ആ ലക്ഷ്യം അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ ഒരു ലക്ഷ്യവുമായിട്ട് നിങ്ങൾ വീണ്ടും പരിശ്രമിച്ചു തുടങ്ങും. ഓക്കെ, നിങ്ങളൊരു കാര്യത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് അതിന് അർഹതയുണ്ട് എന്നൊരു ബോധ്യമുള്ള ഒരാളാണ് നിങ്ങൾ. അപ്പോൾ ആ ഒരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി വന്നാൽ തന്നെയും, അതായത് ആ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ആ ഒരു ഷാഡോ സൈഡ് ട്രിഗേർഡ് ആവുമല്ലോ. അപ്പം അങ്ങനത്തെ എനിക്കിത് യോഗമില്ല, ഇത് കിട്ടാമെന്നൊരു ചിന്ത വന്നാലും നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല. നിങ്ങളെപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഇഷ്ടം, ഒരു അട്രാക്ഷൻ, ഒരു ആകർഷണം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എനിക്കുള്ളതാണ്, അതിന് എനിക്ക് അർഹതയുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു കാര്യം നേടിയെടുക്കണം, ആ ഒരു ലക്ഷ്യം നേടിയെടുക്കണം എന്നൊരു തോന്നലുണ്ടായിട്ടുള്ളത്. ആ ഒരു ചിന്തയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് മനസ്സിന് അസാധ്യ ധൈര്യമുള്ള ഒരു വ്യക്തിയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എത്ര ചാലഞ്ചിങ് ആയിട്ടും എത്ര വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായാലും ആ ഒരു ലക്ഷ്യത്തിന് നിങ്ങൾ കൈവിടില്ല. ഒന്നില്ലെങ്കിൽ ആ ലക്ഷ്യം അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള ലക്ഷ്യത്തിനെയാണ് നിങ്ങൾ പിന്നെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളല്ല.
എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് അർഹിക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ള ആളാണ്. അതിനേക്കാൾ താഴെ ഉള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ ഒരിക്കലും അഡ്ജസ്റ്റഡ് ആകില്ല, അല്ലെങ്കിൽ കോംപ്രമൈസും ചെയ്യില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്താ വെച്ചാൽ അത്രയും ഡിറ്റർമിനേഷൻ ഉണ്ട്. എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ എനിക്ക് നേരിടാൻ പറ്റും, അതിൽ നിന്നൊക്കെ എനിക്ക് മറികടക്കാൻ പറ്റും എന്ന ഒരു എന്താ പറയുക ഉറച്ച വിശ്വാസവും ഉള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ധൈര്യത്തിൽ, ആ മനോധൈര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയിരിക്കും, നിങ്ങൾ ആ ലക്ഷ്യം നേടിയെടുത്തിരിക്കും. അതാണ് നിങ്ങളുടെ ഒരു രീതി. അപ്പോൾ അതും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ശരിക്കും ഒരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് നിങ്ങളുടെ. ഓക്കെ, നിങ്ങൾ ലൈഫിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത രീതി, ജീവിതശൈലി ആണെങ്കിലും വളരെ ഓർഗനൈസ്ഡ് ആണ്. ഒരു അടക്കവും ഒതുക്കമൊക്കെ നിങ്ങൾക്ക് എപ്പോഴും വേണം. ഓക്കെ, ക്ലീനിനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക്. നിങ്ങളുടെ വീട് ഇപ്പോൾ നിങ്ങളുടെ പരിസരമൊക്കെ നിങ്ങൾ എപ്പോഴും വളരെ ഒതുക്കി അങ്ങനെ വൃത്തിയായി കൊണ്ടുനടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വൃത്തിയിലായും നിങ്ങൾക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, പിന്നെ അതുപോലെ ലൈഫിലും നിങ്ങളുടെ ആ ഒരു ഡെയിലി ലൈഫിലും നിങ്ങളൊരു റുട്ടീനൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതിനോട് എപ്പോഴും ആ റുട്ടീനിൽ സ്റ്റിക്കായി നിൽക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കുന്ന ഒരാളാണ്. പിന്നെ നിങ്ങളുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ അതെല്ലാം ബഹുമാനിക്കുന്ന, അതിനൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. ഓക്കെ, ആ ഒരു കസ്റ്റംസും ട്രഡീഷൻസും ഒക്കെ അത് ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്കാരത്തിൻ്റെ, നിങ്ങളുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ബഹുമാനിക്കുകയും അതിനെ മാനിക്കുകയും അതിനെ ഫോളോ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ മാത്രമല്ല ഭാവിയിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സംസ്കാരമുള്ള ഒരാളാണെങ്കിൽ പോലും അവരുടെയും ആ ട്രഡീഷൻസിനെയും ഒക്കെ മനസ്സിലാക്കാനും അത് ഫോളോ ചെയ്യാനും അതിനെയും റെസ്പെക്റ്റ് ചെയ്യാനുമുള്ള ഒരു മനസ്സുള്ള ഒരാളാണ് നിങ്ങൾ. അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആ ഒരു കാര്യവും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് നിങ്ങളിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഉള്ള ആ ഒരു ഉത്സാഹം ഉണ്ട് നിങ്ങൾക്ക്. പുതിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട്, പുതിയ അറിവുകൾ നേടുന്നതിന് നിങ്ങൾ അതിലെപ്പോഴും റെഡിയാണ്. ഓക്കെ, എനിക്ക് എല്ലാം അറിയാം, ഞാൻ എല്ലാ അറിവും തികഞ്ഞ ഒരാളാണ്, അങ്ങനത്തെ ഒരു ചിന്തയില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ അറിവുകൾ കിട്ടുമ്പോൾ നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചതായിരിക്കില്ല ശരിയായ കാര്യം. അപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ നിങ്ങൾ ട്രിഗേർഡ് ആവുകയോ നിങ്ങൾക്കൊരു നാണക്കേട് ഉണ്ടാവുകയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അതെയോ ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്, അപ്പോൾ ഇതാണല്ലേ അതിൻ്റെ ശരിയായ രീതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകും. അതൊരു ഒതൻറ്റിക് സോഴ്സിൽ നിന്ന് കിട്ടണം എന്നൊരു നിർബന്ധം മാത്രമേ നിങ്ങൾക്കുള്ളൂ. ആരെങ്കിലും പറഞ്ഞ് അങ്ങനെ വിശ്വസിക്കില്ല. ആ ഒരു കാര്യത്തിൽ വ്യക്തമായി ജ്ഞാനമുള്ള, അതിൽ കൃത്യമായിട്ടൊരു അറിവ് നേടിയിട്ടുള്ള ഒരാളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അത്രയും ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിവ് വേണം. അപ്പോഴാണ് നിങ്ങളത് വിശ്വസിക്കുകയും നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മുന്നോട്ട് പോകുന്ന ഒരു ഇത് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, മുന്നോട്ട് പോകുമ്പോൾ എന്താണെന്ന് അറിയാത്തൊരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ കിടന്ന് ഈ പറഞ്ഞ പോലെ ആകെ വിഷമിക്കാനൊന്നും നിൽക്കില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് എപ്പോഴും ഫോളോ ചെയ്യുക. ഓക്കെ, ആ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ വളരെ ക്ഷമയോടെയാണ് ആ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് പോവുക. നിങ്ങൾ എന്താ പറയുക ഒരിക്കലും ധൃതി വെക്കില്ല ആ സിറ്റുവേഷനിൽ മുന്നോട്ട് പോകാനായിട്ട്. ചില സമയങ്ങളിൽ ജീവിതത്തിൽ എന്താണ് മുന്നോട്ട് പോകുമ്പോൾ ഭാവി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, ആ ഒരു അവസ്ഥയിലും നിങ്ങൾ ആ ഒരു എന്താ പറയുക വളരെ മെച്യൂർലിയാണ് അതും ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് അവിടെ വിശ്വസിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ആൻസൈറ്റി പലതും പറയുമായിരിക്കും, പക്ഷേ നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുന്നതും വിശ്വസിക്കുന്നതും നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളെ, ഏതൊരു കാര്യം, ഏതൊരു വ്യക്തിയെ പരിചയപ്പെടുമ്പോഴോ ഏതൊരു സാഹചര്യത്തിലായിരിക്കുമ്പോഴോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇപ്പോൾ പറയുകയാണ് ഈ വ്യക്തിയെ ഒന്ന് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, നിങ്ങൾക്ക് നല്ലതല്ല എന്ന് തോന്നി നിങ്ങൾ അതനുസരിച്ച് പ്രിക്കോഷൻസ് എടുക്കുന്ന ആളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകൾക്കാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ ഇതുപോലെ ആരെങ്കിലും ഒന്ന് അകറ്റി നിർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിന്ന് അവർ അകന്ന് നിൽക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി മെസ്സേജസ് കിട്ടുമ്പോൾ നിങ്ങൾ അത് അവരോട് സജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ആ വ്യക്തി ഒന്ന് ശ്രദ്ധിക്കണം. ഇക്കാര്യത്തിൽ നിങ്ങൾ ഒരു പരിധിയോട്ട് ഇടപെടേണ്ട, ഇങ്ങനെയൊക്കെ നിങ്ങൾ സജഷൻസ് കൊടുക്കുന്ന ഒരാളാണ്. കാരണം നിങ്ങൾ അത്രയും ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുകയും ആ ഇൻറ്റ്യൂഷൻ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അതും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പരിശ്രമിക്കാൻ യാതൊരു മടിയുമില്ല, ക്ഷമയോടെ കാത്തിരിക്കാനും മടിയില്ലാത്ത ഒരാൾ. ഏതൊരു കാര്യം അത് കുറച്ച് കാലതാമസം നേരിടുമ്പോൾ അത് അതിൻ്റെതായ കാരണമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് നിങ്ങൾ. അതും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് നിങ്ങളിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. അപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട്
ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, നിങ്ങളുടെ ഇനീഷ്യൽസും ഒക്കെ കാണാം. അപ്പോൾ നിങ്ങളുടെ പേരോ നിങ്ങളുടെ ഇനീഷ്യലോ അല്ലെങ്കിൽ ബർത്ത് മന്ത്, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കിട്ടുകയാണെങ്കിൽ, സോഡിയാക് സൈൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു എക്സ്ട്രാ കൺഫർമേഷൻ ആയിട്ട് എടുത്തോളൂ. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിൻ്റെയും അവരുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് ഒന്ന് തരാമോ? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. നിങ്ങൾക്കൊരു ലിബ്ര സൺ മൂൺ റൈസിങ് പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കാം കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 2 മാസങ്ങളാണ്, ജൂലൈ പിന്നെ ഡിസംബർ. അപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെയോ ബർത്ത് മന്ത് ജൂലൈയോ ഡിസംബർ ആയിരിക്കാം. അതുപോലെ ലിബ്ര നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെയും സൺ മൂൺ റൈസിങ് പ്ലേസ്മെൻറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന തീയതികൾ കിട്ടിയിട്ടുണ്ട്: 4, 11, 13, 30, 31. ഇതിൽ നിങ്ങളുടെ ജനന തീയതിയും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ജനന തീയതിയും ഉണ്ടാകാം. ഇനി നമുക്ക് ഇനീഷ്യൽസ് ആണ് കിട്ടിയിരിക്കുന്നത്, USO. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളുടെയും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെയും ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസും ഉണ്ടാകാം. അല്ല ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ അത് 3 ഉണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ ക്ലൂസ് എങ്ങനെയാണോ റെസനേറ്റ് ചെയ്യുന്നത് അതുപോലെ സ്വീകരിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾ ഈ റീഡിംഗ് ഇത്ര നേരം കേട്ടിരുന്നതിനും നിങ്ങളുടെ സാന്നിധ്യം ഈ റീഡിങ്ങിൽ ഉണ്ടായിരുന്നതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങൾക്ക് വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ ഈ ഒരു ചാം ആണ് നിങ്ങളുടേതായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിൻ്റെ ഭാവി ജീവിത പങ്കാളി അവരിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിൻ്റെ ഭാവി ജീവിത പങ്കാളി അവരിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നിങ്ങൾ വളരെ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ ആണ് എനിക്ക് നിങ്ങളിൽ കിട്ടുന്നത്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ഇന്നർ ഗൈഡൻസ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ജീവിതം വളരെയധികം ആസ്വദിക്കുന്ന ഒരാളാണ്. ഏതൊരു സിറ്റുവേഷൻ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും പതറിപ്പോവുക, പേടിക്കുകയൊന്നും ചെയ്യില്ല. നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് പോകും. ഓക്കെ, നിങ്ങൾക്കങ്ങനെ ഒരുപാട് പേര് നിങ്ങളുടെ കൂടെ വേണ്ട. ഏതൊരു സിറ്റുവേഷനിലും ഒരു കാര്യം നടത്തിയെടുക്കുന്നതിനും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതിനും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ലാത്ത ഒരാളാണ്. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം ആവശ്യമില്ലാത്ത ഒരാളാണ്. നിങ്ങളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല മറ്റൊരാൾ അവരുടെ എന്താ പറയേണ്ടത് ഒരു സപ്പോർട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല മുന്നോട്ട് പോകണം. നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു ട്രൈറ്റാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആകാതെ അതിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയും അത് നേടിയെടുക്കും എന്നൊരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എത്ര ചാലഞ്ചൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മറികടക്കാൻ യാതൊരു മടിയില്ലാത്ത, ഓക്കെ, അതിനൊക്കെ തയ്യാറായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ്, എന്തൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടായാലും അതിലൊന്നും നിങ്ങൾ വഴങ്ങി കൊടുക്കില്ല. നിങ്ങളുടെ ആ ലക്ഷ്യം ഒരു ലക്ഷ്യം നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്തിരിക്കും. ഓക്കെ, അവിടെ നിങ്ങൾ ഒരു തരത്തിലും അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആകുക, അത് വേണ്ടാന്ന് വെക്കുക, അങ്ങനത്തെ കാര്യം ഇല്ല. നിങ്ങൾ വളരെയധികം ഒരു പ്രൈവസി ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് കാണുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രിൻസിപ്പിൾസും നിങ്ങളുടേതായ ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു കാര്യത്തിനും നിങ്ങളത് കോംപ്രമൈസ് ചെയ്യില്ല. കാരണം നിങ്ങളുടെ ആ വിശ്വാസങ്ങളും നിങ്ങളുടെ ആ ഒരു വ്യൂസും കാഴ്ചപ്പാടും എല്ലാം നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ മറ്റുള്ളവരുടെ വ്യൂസും അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ നിങ്ങൾ മാനിക്കുന്ന ഒരാളാണ്. ഓക്കെ, അത് അവരുടെ അഭിപ്രായം അവരുടെ രീതി അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചും നിങ്ങൾ ആ ഒരു റെസ്പെക്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ആ ഒരു പ്രിൻസിപ്പിൾസിനെയോ വാല്യൂസിനെയോ ഒക്കെ കോംപ്രമൈസ് ചെയ്യണം അല്ലെങ്കിൽ അതല്ല ശരി എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ അവിടെ കൃത്യമായിട്ട് ബൗണ്ടറി ഇടും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു റെസ്പെക്ട് നിങ്ങൾ വളരെ ഡിമാൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നിങ്ങൾ വളരെ ഒരു സ്ട്രോങ് പേഴ്സൺ ആണ്. കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഹൈലി മെച്യൂർ ആയിട്ട് കാണുന്നു. നിങ്ങളുടെ പ്രായം ചെറുതാണെങ്കിൽ പോലും പ്രായത്തിൽ കവിഞ്ഞ മെച്യൂരിറ്റി ഉള്ള ഒരാളായിട്ട് കാണുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എപ്പോഴും ഒരു ലൈഫ് വളരെ പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ എന്തിനേലും വരെ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടക്കുകയൊന്നുമില്ല. നിങ്ങൾ ആ ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ ഒബ്വിയസ്ലി എല്ലാവരും അറിയും. അപ്പോഴാണ് എല്ലാവരും അറിയുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനൊരു എന്താ പറയുക, നിങ്ങൾ ഇങ്ങനൊരു കാര്യത്തിനായി പരിശ്രമിച്ചിരുന്നു എന്ന് അപ്പോഴാണ് ആളുകൾ അറിയുന്നത്. ഓക്കെ, ഈ ഒരു ക്യാരക്ടറും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ശരിയാണ്, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അതിനർത്ഥം നിങ്ങൾ ഒട്ടും ഇമോഷണൽ അല്ല എന്നല്ല കേട്ടോ. നിങ്ങൾ വളരെ ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. നിങ്ങൾക്ക് ആ ഒരു സ്നേഹവും കരുതലും സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് വളരെ സോഫ്റ്റ് സൈഡ് ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ ആരുടെയൊക്കെ മുന്നിൽ അല്ലെങ്കിൽ ആരോടൊക്കെ ആ ഒരു സോഫ്റ്റ് സൈഡ് കാണിക്കണം എന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, എല്ലാവരോടും നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ് സൈഡ്, നിങ്ങളുടെ ആ ഒരു സ്വീറ്റ് സൈഡ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യില്ല. പക്ഷെ നിങ്ങളുടെ ആ ഒരു സ്വീറ്റ് സൈഡ് ഉണ്ട്, വളരെ ഒരു സ്നേഹം, ഒരു അമ്മയുടേതുപോലെ സ്നേഹവും കെയറിങ്ങും ഒക്കെ നൽകുന്ന ആ ഒരു സപ്പോർട്ടും ഒക്കെ നൽകുന്ന ഒരു വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു സൈഡ് ഉണ്ട്. അത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് വളരെ വളരെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഒരു ക്യാരക്ടറാണ്. പിന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളെ ജനറലി നിങ്ങൾ കുഞ്ഞുങ്ങളെ ഡീൽ ചെയ്യുന്ന രീതി, കുഞ്ഞുങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ഒരു ഇടപഴകൽ, ഓക്കെ, അതും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് വളരെ ഇഷ്ടമാണ്. കാരണം നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളായിട്ട് ഇണങ്ങുന്ന ഒരാളായിട്ട് കാണുന്നു. അപ്പോൾ കുട്ടികളായിട്ട് ഇണങ്ങുക, കുട്ടികളായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, അതും ആ ഒരു രീതി, നിങ്ങൾ അവർ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും ഒക്കെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് വളരെ ഇഷ്ടമാകുന്ന ഒരു ക്യാരക്ടറായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് കാണുന്നത് എന്താ, എത്ര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായാലും, ഏതൊരു കാര്യത്തിനെ സംബന്ധിച്ച് എത്ര ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പരമാവധി പ്രസന്റ് മൊമെന്റിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ഓക്കെ, ഭാവിയെ കുറിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിനെ സംബന്ധിച്ച് ഭാവിയിൽ അത് എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കുന്ന ഒരു ടെൻഷനൊക്കെ ഒരുപാടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കമൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഓവർ തിങ്കിങ് ടെൻഡൻസി നിങ്ങളിൽ ഉണ്ട്. പക്ഷേ നിങ്ങളതിന് കംപ്ലീറ്റ് കൺട്രോൾ കൊടുക്കില്ല. നിങ്ങൾ പരമാവധി ഇൻറ്റൻഷനലി നിങ്ങളുടെ ചിന്തകൾ മാറ്റി ഷിഫ്റ്റ് ചെയ്ത് നിങ്ങൾ ഈ പ്രസന്റ് മൊമെന്റിലായിരിക്കാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കും. നിങ്ങൾ അത്രയും എഫേർട്ട് എടുക്കുന്ന ഒരാളാണ്. ഓക്കെ, അങ്ങനത്തെ ചിന്തകൾ വരുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ടെൻഡൻസീനെ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല എന്ന് കാണുന്നു. അതും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും പുതിയ കാര്യങ്ങൾ അറിയുന്നതിലും നിങ്ങൾക്ക് വളരെയധികം താല്പര്യമുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എപ്പോഴും ആ ഒരു താല്പര്യം നിങ്ങൾ കാണിക്കുന്നതാണ് പുതിയ കാര്യങ്ങൾ അറിയാനും പുതിയത് പഠിക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അത് ചിലപ്പോൾ ചില കാര്യങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിന് വ്യത്യസ്തം, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുന്നതിന് വളരെ വ്യത്യസ്തമായിരിക്കും. പക്ഷെ നിങ്ങളവിടെ വാദിക്കാനൊന്നും നിൽക്കില്ല. നിങ്ങൾ ആ കിട്ടുന്ന കാര്യങ്ങൾ, അറിവുകൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളത് കളക്ട് ചെയ്യുകയും പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. ഓക്കെ, അങ്ങനെ അറിവുകൾ നേടാൻ ഇഷ്ടമുള്ള ഒരു ആളാണ്. എല്ലാം അറിവ് എനിക്കുണ്ട് എന്നുള്ളൊരു ചിന്തയുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. അപ്പോൾ അതും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ട് കാണുന്നു. കഴിഞ്ഞു പോയ കാലത്തിലെ നല്ല നല്ല ഓർമ്മകളാണ് നിങ്ങളെപ്പോഴും ഫോക്കസ് ചെയ്യുക, അതിനെപ്പോഴും ചിന്തിക്കാനാണ്. അല്ലെങ്കിൽ നൊസ്റ്റാൾജിക് ആകുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ എപ്പോഴും നല്ല ഓർമ്മകളിലാണ് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. കഴിഞ്ഞു പോയ കാലത്ത് നല്ല ഓർമ്മകൾ, ആ ഓർമ്മകളിൽ നല്ല സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾ എന്നും അത് നിങ്ങളുടെ കൂടെ തന്നെ കൊണ്ടു നടക്കുന്നതാണ്. കഴിഞ്ഞു പോയ കാലത്ത് നിങ്ങൾ വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കാനോ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാനോ ഒന്നും നിങ്ങൾ സമയം കണ്ടെത്താറില്ല. നിങ്ങളെപ്പോഴും കഴിഞ്ഞു പോയ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങളിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു വേർഷൻ, ആ പാസ്റ്റ് വേർഷനോട് നിങ്ങളെപ്പോഴും വളരെ ഒരു കമ്പാഷനാണ് കാണിക്കുക. നിങ്ങളെപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, എൻ്റെ പാസ്റ്റ് വേർഷന് പറ്റാവുന്നതിൻ്റെ മാക്സിമം ആ ഒരു സിറ്റുവേഷനിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അതാണ് നിങ്ങളെപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം. പിന്നെ കഴിഞ്ഞു പോയ കാലത്തിൽ നല്ല നല്ല ഓർമ്മകളാണ് നിങ്ങളെപ്പോഴും ട്രഷർ ചെയ്യുന്നത്, ചെറിഷ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുന്നത്, ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല. ആ ഒരു പോസിറ്റീവിൽ ഫോക്കസ് ചെയ്യാനുള്ള നിങ്ങളുടെ ആ ഒരു പ്രവണത, അതും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറായിട്ട് കാണുന്നു.
പിന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ നേടിയെടുക്കുന്ന ഓരോ കാര്യവും നിങ്ങൾ അത് ആഘോഷിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടേതായ രീതിയിൽ അത് വലിയ ആഘോഷം നടത്തുന്നതല്ല, പക്ഷെ നിങ്ങൾ കഷ്ടപ്പെട്ട് അത്രയും അധ്വാനിച്ച് നിങ്ങൾ നേടുന്ന ഒരു കാര്യം. അതുപോലെ ഇപ്പം നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും ആരെങ്കിലും ഇതുപോലെ വളരെ അധ്വാനിച്ച് അവരെന്തെങ്കിലും നേടിയെടുക്കുമ്പോൾ നിങ്ങളത് ആഘോഷിക്കും, നിങ്ങളത് ഇനീഷ്യേറ്റ് ചെയ്യും ആഘോഷിക്കുന്നതിനായിട്ട്. കാരണം അവിടെ ആ ഒരു ഹാർഡ് വർക്കിനെയും കൂടെ അക്നോളജ് ചെയ്യണം എന്ന് നിങ്ങൾ വളരെയധികം, നിങ്ങൾക്ക് അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. കാരണം അത് അത്രയും എഫേർട്ട് എടുത്തതുകൊണ്ടാണ് അത് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഹാർഡ് വർക്കിനെ അവിടെ അക്നോളജ് ചെയ്യണം എന്നെപ്പോഴും നിങ്ങൾക്ക് നിർബന്ധം ഉള്ള ഒരാളാണ്. അപ്പോൾ എങ്ങനെ എന്തൊക്കെ ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാകുമ്പോഴും അതിൽ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും നിങ്ങൾ എന്താ പറയുക, അവരൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക, അവരുടെ ആ ഒരു കഷ്ടപ്പാടിനെയൊക്കെ കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുക, അതൊക്കെ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം നിങ്ങളൊരു കാര്യം നേടിയെടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ സഹായിച്ച കുറേ ആളുകളുണ്ടാവും ഇല്ലേ. അപ്പോൾ നിങ്ങളത് നേടിയെടുത്ത് കഴിയുമ്പോൾ ഇതെൻ്റെ ഞാൻ കഷ്ടപ്പെട്ട് നേടിയതാണ് എന്ന് പറഞ്ഞ് നിങ്ങളത് അവസാനിപ്പിക്കില്ല. നിങ്ങളെ സഹായിച്ച ഓരോ ആൾക്കാരെയും, അത് ചെറിയ രീതിയിലായിക്കോട്ടെ വലിയ രീതിയിലായിക്കോട്ടെ, സഹായിച്ചിട്ടുള്ള ഓരോ ആൾക്കാരെയും കുറിച്ച് ഓർത്തെടുത്ത് അവരോടൊക്കെ നന്ദി പറഞ്ഞ് അവരെയും സെലിബ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ആഘോഷത്തിൽ അവരെയും ഉൾപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളങ്ങനെ എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് നിങ്ങൾ സ്വയം എടുക്കുന്ന ഒരു ക്യാരക്ടറുള്ള ഒരാളല്ല. ആർക്കൊക്കെ അർഹതയുണ്ടോ അവർക്കൊക്കെ ആ ഒരു ക്രെഡിറ്റ് നൽകുന്ന ഒരാളാണ്. ഓക്കെ, ആ ഒരു ക്യാരക്ടറും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് നിങ്ങളിൽ വളരെ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. നിങ്ങൾ എപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോഴും ഒരു ന്യായമായ, ഏതൊരു സാഹചര്യത്തിൽ ന്യായമായ തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, ന്യായമായ അല്ലെങ്കിൽ എന്താ പറയുക, ഏതൊരു സാഹചര്യത്തിലും സത്യത്തിൻ്റെ കൂടെ നിൽക്കുക, ന്യായമായ കാര്യങ്ങൾ ചെയ്യുക, ന്യായമായ തീരുമാനങ്ങൾ എടുക്കുക, അങ്ങനെ ഉള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. എന്തിലും ആ ഒരു ഫെയർ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമുള്ള ഒരാളാണ്. ഒരാളെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കാനൊന്നും നിങ്ങൾ കൂട്ടു നിൽക്കില്ല. അതുപോലെ തന്നെ ഷോർട്ട് കട്ടിൽ കാര്യങ്ങൾ നേടിയെടുക്കാനും നിങ്ങൾ പരിശ്രമിക്കില്ല, നിങ്ങൾ അതിനെ കൂട്ടു നിൽക്കില്ല. അതിനാരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ തന്നെ നിങ്ങളത് ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, ആ വ്യക്തിനെ നിങ്ങൾ പിന്നെ അകറ്റി നിർത്തുകയാണ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കെല്ലാം നേരായ വഴി, അങ്ങനത്തെ ഒരാളാണ്. നേരായ വഴി കൂടെ പോവുക, ഓണസ്റ്റായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക, എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിരിക്കുക എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓക്കെ, കുറുക്കു വഴിയിലൂടെ ഉള്ള വിജയം നേടുന്ന ആ ഒരു കാര്യം നിങ്ങളതൊട്ടും പ്രോത്സാഹിപ്പിക്കില്ല, നിങ്ങൾ ചെയ്യില്ല, മറ്റൊരാൾ ചെയ്യുന്നതിന് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയില്ല. ഓക്കെ, പിന്നെ ഏതൊരു സമയത്തും എപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോഴും അതിനെക്കുറിച്ച് വ്യക്തമായി ആലോചിച്ച് സമയമെടുത്തിട്ട് തന്നെയാണ് നിങ്ങൾ തീരുമാനം എടുക്കുക. നിങ്ങൾ ഒരു കാരണവശാലും അതിനെക്കുറിച്ച് എന്താ പറയുക ധൃതി വെച്ച് തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് തീരുമാനം എടുക്കുക, അതിനൊന്നുമില്ല. കൃത്യമായി അതിനെക്കുറിച്ച് ആലോചിച്ച് തന്നെയാണ് നിങ്ങൾ തീരുമാനം എടുക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ അധ്യായങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ, പുതിയ അധ്യായങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോഴും നിങ്ങളതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റമായിരിക്കാം, പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം ഈ ഒരു പുതിയ അധ്യായം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അവിടെ നിങ്ങൾ പകച്ചു നിൽക്കുക, അല്ലെങ്കിൽ എനിക്കിത് വേണ്ടായിരുന്നു, അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട്, വളരെ എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾ ആ ഒരു പുതിയ അധ്യായത്തിനെ സ്വീകരിക്കും. കാരണം അത് യൂണിവേഴ്സ് കൊണ്ടുവരുന്നതാണ് എന്ന് യൂണിവേഴ്സ് കൊണ്ടുവരുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് യൂണിവേഴ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യാം. നിങ്ങളെ ആ ഒരു പുതിയ പാതയിൽ യൂണിവേഴ്സ് കൃത്യമായി ഗൈഡ് ചെയ്യും, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പുതിയ അധ്യായം തുടങ്ങുമ്പോൾ നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയി അത് എൻജോയ് ചെയ്തുകൊണ്ട് ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ മാക്സിമം ആയിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. ഒരിക്കലും മാറ്റങ്ങൾക്ക് എതിര് നിൽക്കുന്ന, അല്ലെങ്കിൽ മാറ്റങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരാളൊന്നുമല്ല. അത് ഇപ്പോൾ എന്താ പറയുക, പ്രതീക്ഷിക്കാത്ത മാറ്റമാണെങ്കിൽ പോലും അതിനെ ഇഷ്ടപ്പെടുന്ന, അതിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ ഒരു തയ്യാറുള്ള ഒരാളാണ് നിങ്ങൾ. ഓക്കെ, അതും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറായിട്ട് കാണുന്നു. പിന്നെ നിങ്ങളുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പ്, ഓക്കെ, നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു പ്രണയം, അത് നിങ്ങളെപ്പോഴും ആ ഒരു എന്താ പറയുക സ്പാർക്ക് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നിങ്ങൾ അതിനായിട്ട് എഫേർട്ട് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും ആ റിലേഷൻഷിപ്പിൽ ആ ഒരു കെമിസ്ട്രി അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നിങ്ങളും എഫേർട്ട് എടുക്കുമ്പോൾ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എഫേർട്ട് എടുക്കുമ്പോൾ അതിനും നിങ്ങൾ ഒരുപോലെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ആ ഒരു പ്രണയം ത്രൂ ഔട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നിങ്ങളുടെ ഇടയിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഇടയിൽ ഒരു സൗഹൃദമാണ് നിങ്ങൾ ആദ്യം തന്നെ ഫോം ചെയ്യുന്നത്. ആ സൗഹൃദം, അപ്പോൾ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് കാണുന്നു. ഓക്കെ, ഒരു പാർട്ട്ണർ, ഒരു എന്താ പറയുക, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനപ്പുറം
അല്ലെങ്കിൽ ലൈഫ് പാർട്ട്നേഴ്സ് എന്നതിനപ്പുറം നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ എന്ത് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാൻ പറ്റുന്ന സുഹൃത്തുക്കൾ, ആ സൗഹൃദമാണ് നിങ്ങൾ ആദ്യം അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. പിന്നീടാണ് അത് പ്രണയത്തിലേക്ക് കടന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സൗഹൃദവും ആ ഒരു പ്രണയം ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഈ ലൈഫ് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് വളരെ ആസ്വദിച്ച് മുന്നോട്ട് പോകാനും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എടുക്കേണ്ട എഫേർട്ട് നിങ്ങൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ഒരാളെല്ലാം ചെയ്യട്ടെ എന്നൊരു ചിന്താഗതിയുള്ള ആളല്ല നിങ്ങൾ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ എടുക്കേണ്ട എഫേർട്ട് നിങ്ങൾ കൃത്യമായി എടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് ഒരുപാട് ഇഷ്ടമാണ്. ആ ഒരു എഫേർട്ട് എടുക്കുന്നത് അവർ ഒരുപാട് അക്നോളജ് ചെയ്യുന്നു. അവർക്ക് ഒരുപാട് നിങ്ങളോട് ആ കാര്യത്തിൽ റെസ്പെക്റ്റ് ഉള്ള ഒരാളായിട്ട് കാണുന്നു. പിന്നെ എന്തൊക്കെ ചാലഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നാലും നിങ്ങളെപ്പോഴും ഒരുമിച്ചാണത് ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഒരു നിമിഷം അവർ പകച്ചു പോയാലും നിങ്ങളാണ് ആ ധൈര്യം കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് തരണം ചെയ്യാവുന്നതേ ഉള്ളൂ, ഇതൊക്കെ നമ്മൾ മറികടക്കും, അതൊന്നും ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളാണ് അവിടെ എന്തൊരു ലീഡർഷിപ്പ് റോൾ എടുത്തിട്ട് നിങ്ങൾ ഇനീഷ്യേറ്റ് എടുക്കുകയാണ്. നിങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ആ പ്രശ്നത്തിനെ ഫേസ് ചെയ്യാനും അതിൽ നിന്ന് പുറത്തു കടക്കാനും നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒബ്വിയസ്ലി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസും നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷെ അവരൊന്ന് പകച്ചു പോയാൽ നിങ്ങൾ അതിനനുസരിച്ച് പകയ്ക്കുക ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് അത്രയും മനസ്സിന് ധൈര്യമുള്ള ഒരാളാണ്. നിങ്ങൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഇത് നിങ്ങൾക്ക് ഫേസ് ചെയ്യാവുന്നതാണ്, ഇതിൽ നിന്ന് നിസ്സാരമായിട്ട് പുറത്ത് കടക്കാൻ പറ്റുന്നതാണ് എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. ആ ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഒരു പ്രശ്നം വന്നാൽ പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരാളെ അല്ല. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും ആ ഒരു സപ്പോർട്ട്, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ട സപ്പോർട്ട് എപ്പോഴും അവരെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അതും നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഒരു വളരെ ഒരു എന്താ പറയുക, അവരൊരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറും കൂടിയാണത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങളിൽ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. ഓക്കെ, ഗ്രൂപ്പ് 2-ൻ്റെയും അവരുടെ ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ്. ഓക്കെ, ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. അപ്പോൾ ഏപ്രിൽ ഫെബ്രുവരി അങ്ങനെ 2 മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെയോ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെയോ ജനനമാസത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. പിന്നെ ഫ്രൈഡേ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ജനിച്ച ദിവസം വെള്ളിയാഴ്ച ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ജനിച്ച ദിവസം വെള്ളിയാഴ്ച ആയിരിക്കാം. പിന്നെ അക്വേറിയസ് ലിബ്ര പ്ലേസ്മെൻറ്റ് നിങ്ങളുടെയും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെയും സൺ മൂൺ റൈസിങ് പ്ലേസ്മെൻറ്റ്സ് ആയിട്ട് കാണുന്നു, അതിലുള്ളതായിട്ട് കാണുന്നു. പിന്നെ നമുക്ക് ഇനീഷ്യൽസ് കിട്ടിയിട്ടുണ്ട്, അതായത് DEHQ. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇനീഷ്യൽസ്. അപ്പോൾ ഇത് നിങ്ങളുടെയും ഫ്യൂച്ചർ സ്പൗസിൻ്റെയും ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഒക്കെ ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ 11, 18, 29 ഇങ്ങനെ 3 തീയതികളാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെയും ജനന തീയതി ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും നേരം നിങ്ങൾ ഈ റീഡിംഗ് കേട്ടിരുന്നതിനും നിങ്ങളുടെ സാന്നിധ്യം ഈ റീഡിംഗിൽ ഉണ്ടായിരുന്നതിനും ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. മറ്റൊരു റീഡിംഗിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഗ്രൂപ്പ് 3-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിൻ്റെ ഭാവി ജീവിത പങ്കാളി അവരിൽ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഗ്രൂപ്പ് 3-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിൻ്റെ ഭാവി ജീവിത പങ്കാളി അവരിൽ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് 5 ഓഫ് സോർട്സ് ആണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. Clarify the 5 of swords.
പ്രശ്ന പരിഹാരം എന്ന് ഞാൻ കേൾക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമോ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ്, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ സമാധാനപരമായിട്ട് തീർക്കാനാണ് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഒരിക്കലും വഴക്കിടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ എന്തുകൊണ്ട് അവരുടെ അഭിപ്രായ വ്യത്യാസം വരുന്നു, ഓക്കെ, എന്തുകൊണ്ടാണ് അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടായത്, എന്താണ് അതിന് കാരണം, അങ്ങനെ അതിനെ വളരെ മെച്ചുവറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ വളരെ സമാധാനത്തോടെ സ്വസ്ഥമായിട്ട് ആ ഒരു പ്രശ്നത്തിന് പരിഹരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക പ്രസൻസ് ഓഫ് മൈൻഡ് ഇൻ ദ സെൻസ്. ഓക്കെ, കാരണം സാധാരണ ട്രിഗേർഡ് ആകുമ്പോൾ എല്ലാവരും പെട്ടെന്ന് തിരിച്ച് അതുപോലെ തന്നെ ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ വഴക്കിടാനായിട്ടൊരു ടെൻഡൻസിയാണ് ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ ട്രിഗേർഡ് ആയാൽ പോലും നിങ്ങൾ അതിന് വളരെ സംയമനം പാലിച്ചുകൊണ്ട് ആ സിറ്റുവേഷനെ വളരെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് അതിനെ പരിഹരിക്കാനാണ് ശ്രമിക്കുക. ഓക്കെ, അതിലൊരു പരിഹാരം കാണാൻ തന്നെയാണ് നിങ്ങൾ ശ്രമിക്കുക. അതിനെ അവോയ്ഡ് ചെയ്യാനോ അതിനെ സപ്രസ് ചെയ്യാനോ ഒന്നുമല്ല. അവിടെ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം വന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനെക്കുറിച്ചൊരു എന്താ പറയുക നിങ്ങളുടെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നടത്തും. അത് നിങ്ങൾ തന്നെയാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് നിങ്ങൾ അവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ റിലേഷൻഷിപ്പാണോ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ടുള്ളത് അവിടെയെല്ലാം ഈ പറഞ്ഞ പോലെ നിങ്ങൾ വളരെ സമാധാനത്തോടെയാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇടപെടുന്നത്. ഇപ്പം നിങ്ങൾക്ക് അത്രയും എന്താ പറയുക നിങ്ങൾ വളരെയധികം ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അവർ നിങ്ങളെ ട്രിഗർ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾ അതിന് യാതൊരു റെസ്പോൺസും കൊടുക്കില്ല. ഓക്കെ, നിങ്ങളുടെ രീതി അങ്ങനെയാണ്. നിങ്ങൾ ഹൈലി ഇൻറ്റ്യൂട്ടീവാണ്, ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓൺ പോയിന്റ് ആണ്. അപ്പോൾ നിങ്ങളെ ഒരാൾക്ക് പെട്ടെന്ന് പറ്റിക്കാനൊന്നും സാധിക്കില്ല. ആരെങ്കിലും നിങ്ങളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യുന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അവരെ എക്സ്പോസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അത്രയും സ്ട്രോങ് ആണ്, നിങ്ങൾ അത്രയും സ്പിരിച്വലി അലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അത് നിങ്ങളുടെ ഒരു സൂപ്പർ പവർ ആയിട്ടാണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി കാണുന്നത്. ഓക്കെ, പിന്നെ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് എനർജിയാണ്. ആ ഒരു കാര്യങ്ങൾ മുന്നും കൈയും ഇട്ട് നടത്താനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു കഴിവ്. ഓക്കെ, നിങ്ങൾ ഒരാൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യില്ല, നിങ്ങൾ തന്നെയാണ് ഇനീഷ്യേറ്റ് ചെയ്യുക എന്തൊരു കാര്യത്തിനും. ഓക്കെ, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യണം, നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്, നിങ്ങൾ അതിൻ്റെ പ്ലാൻ ചെയ്യുന്നു, നിങ്ങൾ അത് ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങുന്നു. ആരെ കൂടെ വന്നാലും നിങ്ങൾ അവരെ ആക്സെപ്റ്റ് ചെയ്യും, എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാം, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി അല്ല. പക്ഷേ മറ്റൊരാൾ തുടങ്ങുന്നതിനായിട്ട് നിങ്ങൾ കാത്തു നിൽക്കില്ല. ഓക്കെ, അതാണ് നിങ്ങളുടെ ഒരു ക്യാരക്ടറായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെസ്കുലിൻ എനർജിയാണ് നിങ്ങളിലുള്ളത്, ഡിവൈൻ മെസ്കുലിൻ എനർജിയാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റീവാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രിയപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റീവാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ട്രൈറ്റ്സ് ഒക്കെ നിങ്ങളുടെ ഈ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഒക്കെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് വളരെ ഇഷ്ടമാണ് എന്ന് കാണുന്നു. ക്ലാരിഫൈ ദ 5 of Cups. എന്തൊരു കാര്യത്തിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ ആഗ്രഹിച്ച പോലെ നേടി എടുത്തിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അതിന് എത്ര അവിടെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു നഷ്ടം സംഭവിച്ചു, നിങ്ങൾക്ക് അത് വലിയ വിഷമം ഉണ്ടാക്കിയാൽ പോലും ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കിയാൽ പോലും നിങ്ങൾ ആ വിഷമത്തിലായിരുന്നു, എന്നാലും ഇങ്ങനെ സംഭവിച്ചല്ലോ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, അങ്ങനെ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ ഇരിക്കില്ല. നിങ്ങൾ വീണ്ടും ആത്മവിശ്വാസത്തോടുകൂടി അതിനായി പരിശ്രമിക്കും, നിങ്ങൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്യും, നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ആ കാര്യം നേടിയെടുക്കും. ഓക്കെ, അത്രയും ആ ഒരു ഡിറ്റർമിനേഷൻ ഉള്ള ഒരാളാണ്, അത്രയും കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ അത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, clarify the 7 of Pentacles. Okay, നിങ്ങൾ എന്തിനു വേണ്ടി എന്തൊരു പുതിയ കാര്യം തുടങ്ങുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഓക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനായി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളത് ഇത്ര സമയത്തിനുള്ളിൽ നടക്കണം അങ്ങനത്തെ ഷാഠ്യമുള്ള ഒരാളല്ല. ഓക്കെ, എത്ര സമയം അത് യൂണിവേഴ്സ് എടുക്കുന്നുണ്ടോ ആ ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ഡിവൈൻ പ്ലാനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഹൈലി സ്പിരിച്വൽ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗം ചെയ്യും, നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് എടുക്കുന്നു, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട എഫേർട്സ് എടുക്കുന്നു. നിങ്ങൾ പിന്നെ പ്രസന്റ് മൊമെന്റിലായി അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി ആ ഒരു കാര്യത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം ചെയ്യുക. ജീവിതത്തിൽ ആ പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ വലിയ അനുഗ്രഹങ്ങളൊക്കെ അക്നോളജ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ അത്രയും വിശ്വാസമാണ്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടത്തിത്തരും എന്ന ഒരു വിശ്വാസം നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്.
ഇപ്പോൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഒക്കെ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ഫോർ എക്സാമ്പിൾ അവസാനിക്കുകയാണ്, ഏതെങ്കിലും ബന്ധങ്ങളിൽ ഒരു എൻഡിങ് സംഭവിക്കുകയാണ്, അത് അങ്ങനെ സംഭവിക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് നല്ലതല്ലാത്ത ബന്ധങ്ങൾ അതിൽ നിന്ന് വിട്ടുപോരാനോ അതിനെ ആ വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താനോ നിങ്ങൾക്ക് യാതൊരു മടിയില്ല. നിങ്ങൾ കൃത്യമായിട്ട് അവരായിട്ട് ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യും. നിങ്ങൾ ഇമോഷണലി വളരെ അവൈലബിൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്, പക്ഷെ അതേസമയം നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന, അതിനൊരു ഒബ്സ്റ്റക്കിളായിട്ട് നിൽക്കുന്ന ചില റിലേഷൻഷിപ്പ്, ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുമ്പോൾ ആ സിറ്റുവേഷൻസിൽ നിന്ന് പുറത്തേക്ക് വരിക, ആ റിലേഷൻഷിപ്പ് ആയിട്ട് അതിലൊരു ബൗണ്ടറി കീപ്പ് ചെയ്യുക, അവരെ ഒന്ന് അകറ്റി നിർത്തുക, അത് നിങ്ങൾ ചെയ്തിരിക്കും. നിങ്ങൾക്ക് അവിടെ യാതൊരു തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കുറ്റബോധം അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളുണ്ടല്ലോ, ഞാൻ ചെയ്ത് ശരിയാണോ, അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള മര്യാദ നോക്കലൊന്നും നിങ്ങൾക്കില്ല. ഈ പറഞ്ഞ പോലെ കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ഈ സിറ്റുവേഷൻ, ഈ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്ന് നിൽക്കണം, ഈ വ്യക്തികളിൽ നിന്നും നിങ്ങൾ അകന്ന് നിൽക്കണം. അതറിയുമ്പോൾ നിങ്ങൾ പിന്നെ അവിടെ യൂണിവേഴ്സ് അത് കാണിച്ചു തരുമ്പോൾ പിന്നെ നിങ്ങൾ അവിടെ ഒരു നിങ്ങളായിട്ട് ചിന്തിക്കുക എന്നുള്ളൊരു പരിപാടിയില്ല. അത് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ നന്മയ്ക്കാണ് എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിനെ അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾ ഒട്ടും ഇമോഷണലി അവൈലബിൾ അല്ലാത്ത ഒരു വ്യക്തിയല്ല, നിങ്ങൾ ഹൈലി ഇമോഷണലി അവൈലബിൾ ആണ്. നിങ്ങൾ ഏതൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഏതൊരു ബന്ധമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ടുള്ള ബന്ധം ആണെങ്കിലും അതൊരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉള്ള, പരസ്പരം ബഹുമാനിക്കുന്ന, സമാധാനം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, ആ സ്നേഹം ഉള്ളത് പ്രകടിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങൾ. അത്രയും വളരെ ആ ഒരു ഇൻ ഡെപ്തിൽ സ്നേഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ സ്നേഹിക്കുന്നതും വളരെ അൺകണ്ടീഷണൽ ആയിട്ടാണ്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, നല്ലതായിട്ടുള്ള വ്യക്തികളുണ്ട്. അവരോടൊക്കെ നിങ്ങളുടെ ആ ഒരു സ്നേഹവും നിങ്ങളുടെ ആ ഒരു കരുതലും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം, നിങ്ങൾ കെയറിങ്ങും എല്ലാം നിങ്ങൾ വളരെ ഓപ്പൺലി എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. അവിടെ ഒരു മടി ഒന്നും ഇല്ല. ഓക്കെ, നിങ്ങൾ ഇമോഷണലി അവൈലബിൾ ആണ്, പക്ഷെ അതേസമയം ബൗണ്ടറി കീപ്പ് ചെയ്യേണ്ടടുത്ത് നിങ്ങൾ കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് വെക്കുന്നുമുണ്ട്. ഓക്കെ, പിന്നെ കാര്യങ്ങൾ തുറന്നു പറയാൻ യാതൊരു മടിയില്ലാത്ത ആളാണ്. ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് അവർ പറയുന്ന കാര്യം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു കൺവെർസേഷൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ അകറ്റി നിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ എല്ലാ വ്യക്തികളുമായിട്ട് നിങ്ങളൊരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ബൗണ്ടറി നിങ്ങൾ മാനിക്കുന്നുണ്ട്, ആ വ്യക്തികളും അത് മാനിക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ബൗണ്ടറി നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, നാച്ചുറലി ഒരു ലീഡർ എനർജി, ഒരു ഒത്തോറിറ്റേറ്റീവ് എനർജിയുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ ടോൺ പോലും, നിങ്ങൾ സംസാരിക്കുമ്പോഴും ആ ഒരു അതോറിറ്റേറ്റീവ് ടോൺ ഉണ്ടാവും. അത് നാച്ചുറലാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവരും ഡീൽ ചെയ്യുമ്പോഴും അവർ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നതാണെങ്കിലും പ്രവർത്തിക്കുന്നതാണെങ്കിലും. കാരണം അവർക്കറിയാം തോന്നിയ പോലെ നിങ്ങളുടെ അടുത്ത് വന്ന് പെരുമാറാൻ പറ്റില്ല എന്ന് മറ്റുള്ളവർക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു പവർ ഉണ്ടല്ലോ, നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ്, അത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് ഒരുപാട് ഇഷ്ടമുള്ളൊരു ക്യാരക്ടറായിട്ട് ഞാൻ കാണുന്നു. അവർ വളരെ അഡ്മയർ ചെയ്യുന്നൊരു ക്യാരക്ടറാണത്. ആ ഒരു പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസി ഒട്ടുമില്ലാത്ത ഒരാളാണ് നിങ്ങൾ. ഓക്കെ, പിന്നെ നമുക്ക് കാണുന്നത് ഇത്തിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് റിസ്കി ആയിട്ടുള്ള, അതായത് കാൽക്കുലേറ്റഡ് റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ അങ്ങനെ റിസ്ക് ഉണ്ടല്ലോ, ശരിയാവോ, അങ്ങനത്തെ ഒന്നും അങ്ങനെ എപ്പോഴും സേഫ് സോണിൽ കൂടെ മാത്രം അങ്ങനെ പോകാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. കംഫർട്ട് സോണിൽ പുറത്ത് വരുന്ന സാഹചര്യങ്ങളിൽ കൃത്യമായി അതിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങൾ ആക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അത് കുറച്ച് റിസ്ക് എടുക്കണമെങ്കിൽ, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ നിങ്ങൾ അത് ചെയ്തിരിക്കും. നിങ്ങൾ അവിടെ പകച്ചു നിൽക്കുക, നിങ്ങളുടെ സേഫ് സോണിൽ നിൽക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറെ നിങ്ങൾക്ക് ഇല്ല എന്ന് കാണുന്നു. കാരണം നിങ്ങൾ ഒരുപാട് ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഫേസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അവിടെ ഒരു ഭയമില്ല. കാരണം നിങ്ങൾക്ക് അത്രയും നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പാഠങ്ങളെ ഉൾക്കൊണ്ടിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഭയമോ അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് നേരിടാൻ പറ്റുമോ, ഇതൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഇപ്പോൾ ഇതാകെ ഞാൻ വിചാരിച്ച പോലെ അല്ലെങ്കിലോ, ഇത് നാളെ ഒരു പ്രശ്നമായി തീർന്നാലോ, അങ്ങനത്തെ ചിന്തകളൊന്നും, അങ്ങനത്തെ ഒരു ഭയം, ഒരു ആത്മവിശ്വാസക്കുറവൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളൊരു കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ വിജയിച്ചിട്ടാണ് തിരിച്ചു വരിക. അത് നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോവുക. അങ്ങനൊരു അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ, അത്രയും നിങ്ങൾ ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യത്തിനും നിങ്ങൾ എന്താ പറയുക മുന്നിട്ടിറങ്ങുന്നത്. ആ ഒരു ക്യാരക്ടറും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് നിങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ,
പിന്നെ നിങ്ങൾക്ക് എന്താ ഞാൻ വീണ്ടും കേൾക്കുന്ന ഒരു കാര്യമാണ്, പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുക. അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ തളർന്നു പോവുക, ഓക്കെ, ആകെ ഒരു എന്താ പറയുക വല്ലാത്ത വിഷമാവസ്ഥയിലേക്ക് പോവുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരാളെ അല്ല. നിങ്ങൾക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായില്ല അതൊക്കെ തരണം ചെയ്യാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങും. കാരണം ഈ 7 ഓഫ് വാണ്ട്സിൽ കാണുന്ന പോലെ നിങ്ങൾ മുന്നിട്ടിറങ്ങും. നിങ്ങൾക്ക് അതിനുള്ള ഒരു ധൈര്യവും കഴിവുണ്ട് എന്നുള്ള വിശ്വാസമാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ്, ഏതൊരു കാര്യത്തിനും നിങ്ങൾ അവൈലബിൾ ആകുക. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ അവിടെ അവൈലബിൾ ആയിരിക്കും. എന്തൊക്കെ തിരക്കുകൾ നിങ്ങളുണ്ടെങ്കിലും അതിനായി നിങ്ങൾ സമയം മാറ്റിവെക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവർക്ക് എപ്പോഴൊക്കെയാണോ നിങ്ങൾ ആവശ്യമാകുന്നത്, എപ്പോഴൊക്കെയാണോ നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമാകുന്നത്, ആ സമയത്തൊക്കെ നിങ്ങൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ അതിനായിട്ട് സമയം കണ്ടെത്തും. അങ്ങനെ ഒരു എക്സലൻറ്റ് ടൈം മാനേജ്മെൻ്റ് ഉള്ള ഒരാളാണ്. കാര്യങ്ങളെ കൃത്യമായി പ്രയോറിറ്റൈസ് ചെയ്ത്, അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു, നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ, അതിൽ നിന്ന് നിങ്ങളുടെ പ്രയോറിറ്റീസ് അവിടെ എന്താണ്, നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുള്ള ഒരാളും കൂടിയാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. അവിടെ നിങ്ങൾക്ക് യാതൊരു മടിയോ ചമ്മലോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കൃത്യമായിട്ട് അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ തിരിച്ചും എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് അറിയുകയും വേണം. ഓക്കെ, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ പിന്നെ എല്ലാ കാര്യത്തിനും അതിന് കൊടുക്കേണ്ട പ്രാധാന്യങ്ങൾ, ഏതൊരു കാര്യത്തിലും അതിനെന്ത് പ്രാധാന്യമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് ആ കാര്യത്തിന് ട്രീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, അതും കൂടെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൂല്യങ്ങൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ എന്ന വ്യക്തിയുടെ ഒരു ഭാഗമാണ് ആ കാര്യങ്ങളൊക്കെ. അതിനെ ആരൊക്കെ അനാവശ്യമായിട്ട് എതിർക്കുക, കളിയാക്കുക, ഓക്കെ, അതിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അനുവദിച്ചു കൊടുക്കില്ല. നിങ്ങളതിന് കൃത്യമായിട്ട് അവിടെ ഒരു തടയിടുന്നതാണ്. നിങ്ങളതിന് കൃത്യമായിട്ട് പ്രതികരിക്കുന്നതാണ്. നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കുക, വെറുതെ ഷൗട്ട് ചെയ്യല്ല. നിങ്ങൾ കൃത്യമായി ആ ഒരു കാര്യത്തിൽ എന്താ പറയുക, പോയിന്റ് ബൈ പോയിന്റ് കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ആ ആൾക്കാരെ അവർ ചെയ്തത് അവർക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കുന്ന ഒരു എനർജി ഉള്ള ഒരാളാണ്. ഓക്കെ, പിന്നെ കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഏതൊരു കാര്യത്തിലും ഏതൊരു റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ, ഓപ്പൺ ട്രാൻസ്പാരൻറ്റ് കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെയാണ് കാര്യങ്ങൾ എന്തും അങ്ങോട്ട് പറയേണ്ട കാര്യങ്ങൾ തുറന്ന് പറയാം. ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ ഈ ഒരു ചെയ്തിയിൽ നിന്ന് അവർ മനസ്സിലാക്കണം ഞാൻ എന്നതാ ഉദ്ദേശിച്ചത്, അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല നിങ്ങളുടെ. നിങ്ങൾക്ക് പറയേണ്ടതൊക്കെ നിങ്ങൾ തുറന്ന് തന്നെ പറയും. ഓക്കെ, അപ്പോൾ തിരിച്ച് നിങ്ങളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് അവരോട് ആവശ്യപ്പെടുകയും ചെയ്യും. അത് ഏതൊരു റിലേഷൻഷിപ്പിലും, പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അങ്ങനെയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ യാത്രകൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. പുതിയ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുക, അവിടെ പുതിയ സംസ്കാരങ്ങൾ അറിയുക, പുതിയ രീതികൾ അറിയാം, ഓക്കെ, പുതിയ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതൊക്കെ അറിയുമ്പോൾ അതിനെ കളിയാക്കുക അല്ലെങ്കിൽ അതിൻ്റെ വില കുറച്ച് കാണുക, അങ്ങനത്തെ ഒരു പ്രവണത ഇല്ല നിങ്ങൾക്ക്. നിങ്ങളതിന് അർഹിക്കുന്ന ബഹുമാനമൊക്കെ കൊടുത്ത് നിങ്ങൾ ആ കാര്യങ്ങൾ, അതൊരു പുതിയ അറിവാണ്, അതൊരു പുതിയ സംസ്കാരമാണ്, അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി അതിനെ ബഹുമാനിക്കുന്ന ഒരു എന്താ പറയുക മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നിങ്ങളുടേത്. അതും നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങളിൽ വളരെ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ, അതുപോലെ എപ്പോഴൊക്കെ ജീവിതത്തിൽ ഒരു സ്റ്റക്കായി മുന്നോട്ട് പോകാൻ ഒരു വഴി അറിയാത്ത നിൽക്കുന്ന ഒരവസ്ഥ, ഓക്കെ, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാത്തൊരവസ്ഥ, നിങ്ങൾ ടെൻഷൻ ആകും. ശരിയാണ്, നിങ്ങൾക്കൊരു ടെൻഷൻ ആദ്യം ഉണ്ടാകുമെങ്കിലും നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മുന്നോട്ട് പോവുകയും ചെയ്യും. നിങ്ങൾക്ക് ആ ടെൻഷൻ ഉണ്ടായാൽ പോലും നിങ്ങൾ ആ ഒരു ഓവർ തിങ്കിങ് ടെൻഡൻസിനെ പ്രോത്സാഹിപ്പിക്കാതെ നിങ്ങളവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സയൻസ്, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസസ്, ഇത് കൃത്യമായി നിങ്ങൾ ഫോക്കസ് ചെയ്യുകയും അത് ഫോളോ ചെയ്യുകയും അങ്ങനെ ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുകയും ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല മറ്റൊരാളുടെ ജീവിതത്തിലും അവരിതുപോലെ സമാനമായ സിറ്റുവേഷനിലൂടെ, പ്രത്യേകിച്ച് നിങ്ങൾ കടന്നു പോന്നിട്ടുള്ള സിറ്റുവേഷൻ പോലുള്ള അതേ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി നിങ്ങളെ പരിചയപ്പെടാണ്, നിങ്ങളുടെ പരിചയത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ആ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അവരെ സഹായിക്കുകയാണ് ചെയ്യുക. അത് അവർ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പറയാതെ ഞാൻ ഇതുപോലെ സിറ്റുവേഷനിലൂടെ പോയതാണ്, ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്തത്, ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കൂ, നിങ്ങളിങ്ങനെ സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക, ഇങ്ങനെ ചെയ്യൂ, അത് ചിലപ്പോൾ ഒരു ഹെൽപ്പ് ചെയ്യും എന്ന്. അപ്പോൾ നിങ്ങൾ പറയുന്ന സജഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ആ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളെന്നാൽ ശാഠ്യം പിടിക്കില്ല, നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കില്ല, നിങ്ങൾ ആ സജഷനാണ് കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ സഹായിക്കാനുള്ള മനസ്സുണ്ട്, നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുകയും ചെയ്യും. പിന്നെ
ആ വ്യക്തി അത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ അത് അവർക്ക് ബെനിഫിഷ്യലാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഓക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ സൊല്യൂഷൻ കണ്ടെത്തിക്കോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് മാറും. നിങ്ങളുടെ എന്താ പറയുക അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇല്ല എന്നാണ് കാണുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രശ്നങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും ജീവിതത്തിൽ ആ ഒരു ബാലൻസ്, ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് നിങ്ങളെപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ്. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അതെപ്പോഴും ഒരു ബാലൻസ്ഡ് ഹാർമോണിയസ് കണക്ഷനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിന് വളരെ പ്രയോറിറ്റി കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും നിങ്ങളുടെ ആ ജീവിതത്തിൻ്റെ ബാലൻസിനെ, ആ ഒരു സ്വസ്ഥമായ ജീവിതത്തിനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ഉറപ്പുവരുത്താറുണ്ട്. അതുപോലെ സമയമെടുത്ത് ചിന്തിച്ച് തന്നെയാണ്, സ്വസ്ഥമായിട്ട് ഇരുന്ന് ചിന്തിച്ച് തന്നെയാണ് നിങ്ങൾ ഓരോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക. ഒരിക്കലും ധൃതി വെച്ച് വികാരങ്ങളുടെ പുറത്തൊന്നും നിങ്ങൾ തീരുമാനം എടുക്കില്ല. അതും നിങ്ങളുടെ ഒരു വളരെ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക്, ഭാവി ജീവിത പങ്കാളിക്ക് നിങ്ങളിൽ വളരെ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ, എത്ര മുതിർന്നവരാണെങ്കിൽ പോലും പലപ്പോഴും അവർ ചെയ്യാൻ പറ്റാതെ പോകുന്നൊരു കാര്യമാണ് എന്ത്, സ്വസ്ഥമായി ഇരുന്ന് ചിന്തിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത്. പലപ്പോഴും പലരും ആ ഇമോഷൻസിന് അടിമപ്പെട്ടിട്ട് തീരുമാനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസിൻ്റെ ആ പീക്കിൽ ഓക്കെ വികാരത്തിൻ്റെ പുറത്ത് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു ക്യാരക്ടറുള്ള ആളല്ല. നിങ്ങൾ അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്നതൊട്ടും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയുമല്ല. ഓക്കെ, ആരെങ്കിലും ചെയ്യണമെങ്കിൽ പറയും ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കൂ, എന്നിട്ടൊന്ന് ആലോചിക്കൂ. ഇതിപ്പോൾ നിങ്ങളുടെ ഇമോഷൻ്റെ പുറത്താണ് നിങ്ങളിത് ഇങ്ങനെ തീരുമാനിക്കാമെന്ന്, ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കണേ, ഒന്നും കൂടെ ഒന്ന് ആലോചിക്കൂ എന്ന് നിങ്ങളിങ്ങനെ അവരോട് സജസ്റ്റ് ചെയ്യും എപ്പോഴും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് നിങ്ങളെപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ ഭാവി, നിങ്ങളെപ്പോൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ അത് നിങ്ങളുടെ തന്നെയല്ല, വേറൊരാളുടെ കാര്യമാണെങ്കിൽ പോലും അവരുടെ ഭാവി പറയുമ്പോൾ നിങ്ങളെപ്പോഴും പറയും നന്നായി പോവും, നന്നായിട്ട് തന്നെ കാര്യങ്ങൾ വരുള്ളൂ. നിങ്ങളെപ്പോഴും ആ ഒരു പോസിറ്റീവ് എനർജിയാണ് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പറയുമ്പോഴും ആ ഒരു ബെസ്റ്റ് കേസ് സിനാരിയോ തന്നെയാണ് നിങ്ങൾ പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങളിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്, നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങളെ സംബന്ധിച്ച ക്ലൂസും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ സംബന്ധിച്ച ക്ലൂസും ഉണ്ട് കേട്ടോ. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിൻ്റെയും അവരുടെ ഭാവി ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ കിട്ടിയ ക്ലൂസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് സാറ്റർഡേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാറ്റർഡേ ചിലപ്പോൾ നിങ്ങൾ ജനിച്ച ദിവസം ശനിയാഴ്ച ആയിരിക്കാം, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ജനിച്ച ദിവസം ചിലപ്പോൾ ശനിയാഴ്ച ആയിരിക്കാം കേട്ടോ. പിന്നെ നമുക്ക് 2 ഇനീഷ്യൽസാണ് കിട്ടിയിരിക്കുന്നത്, എഫും എസും. നിങ്ങളുടെയോ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെയോ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽസ് ഈ കാണുന്ന 2 ലെറ്റേഴ്സിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഇത് രണ്ടും ആയിരിക്കാം. അതുപോലെ തന്നെ യെസ് ഓക്കെ, ഈ 2 ലെറ്റേഴ്സ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിമോ മിഡിൽ നെയിമോ ലാസ്റ്റ് നെയിം ഇനീഷ്യലോ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യലോ ഏതെങ്കിലായിരിക്കാം. ഇനി നമുക്ക് സെപ്റ്റംബർ കിട്ടിയിട്ടുണ്ട്. സെപ്റ്റംബർ മാസം നിങ്ങൾ ജനിച്ച മാസമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ജനിച്ച മാസമായിരിക്കാം. പിന്നെ നമുക്ക് തീയതികളാണ് കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ജനനത്തീയതി ഉണ്ടാകും, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ജനനത്തീയതി ഉണ്ടാകും. റെസിനേറ്റ് ചെയ്യുന്ന ക്ലൂസ് സ്വീകരിക്കുക കേട്ടോ. ഇത് കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. 1, 9, 15, 11, 20, 21, 22, 28. ഇതിൽ നിങ്ങളുടെ ജനനത്തീയതി ഉണ്ടാവും, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ജനനത്തീയതി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ റീഡിങ്ങിൽ നിങ്ങൾ ഇത്രയും നേരം ഇത് കേട്ടിരുന്നതിനും നിങ്ങളുടെ സാന്നിധ്യം ഈ റീഡിങ്ങിൽ ഉണ്ടായിരുന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക്